ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചൈന മാർക്കറ്റിൽ പോയിന്ന് അവിടുന്ന് കുറച്ച് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ആ കൊടുക്കുന്ന പൈസക്ക് വേർത്ത് ആണോ, എത്രയ്ക്കാണ് അതിന്റെ എമൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പൊ അതിനു മുന്നേ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇടുകയാണെങ്കിൽ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോ കാണാം. സോ ഗൈസ്, ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലിപ്പാണ് കേട്ടോ. ഇത് നടുക്ക് കീറിപ്പോ എന്റെ കയ്യിൽ നിന്ന്. ഇത് 6 പെയറാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 15 രൂപയാണ് കേട്ടോ. പക്ഷെ എന്താ പറയാ, 15 രൂപയ്ക്കുള്ള ക്വാളിറ്റിയേ ഉള്ളൂ. വലിയ ക്വാളിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ഈ ഒരു ക്ലിപ്പിന്. ഇത് ജസ്റ്റ് നമ്മൾ ഒടിച്ചു പോയി കഴിഞ്ഞാൽ ഒടിയും. അത്രയും വളരെ തിന്നായിട്ടുള്ള എന്താ പറയാ കമ്പി, പിന്നെ കമ്പിയല്ല, ഇരുമ്പല്ല, എന്താ സംഭവം ഇത്, ആ ഒരു മെറ്റീരിയൽ ആണ്. ജസ്റ്റ് വളച്ചാൽ ഇത് വളയും, അങ്ങനെയുള്ളൂ. അത്രയും ലോ ക്വാളിറ്റിയാണ് ഈ ഒരു ക്ലിപ്പ് കേട്ടോ. പക്ഷെ 15 രൂപയ്ക്ക് ഈ ഒരു ക്ലിപ്പ് ഓക്കെ ആണ്, നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോർമൽ ഷോപ്പിൽ എന്താ പറയാ, ഒരു പെയറിന് തന്നെ നമുക്ക് എത്ര 8 രൂപയോ 9 രൂപ അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നുണ്ട് ഈ ഒരു ക്ലിപ്പിന്. പക്ഷെ അതൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയാ, ഈ ഒരു മെറ്റീരിയലിൽ നല്ല തിക്നെസ് ഉണ്ടാവും, പെട്ടെന്ന് വളയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ വളഞ്ഞു പോവും. ഇത് അത്ര വലിയ ഒരു എന്താ പറയാ ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. നെക്സ്റ്റില് പ്രൊഡക്റ്റ് ഈ ഒരു ബണ്ണാണ് വരുന്നത്, കണ്ടോ. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇതിന് ഒന്നിന് 10 രൂപയാണ് വരുന്നത്. ഇത് കുഴപ്പമില്ല, നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് പല വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചൂസ് ചെയ്തത് ബ്ലാക്കും ഈ ഒരു ബ്രൗണും ആണ്. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായി, നല്ല സാധനമാണ് കേട്ടോ. 10 രൂപയ്ക്ക് ഓക്കെ ആണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ ഈ ഒരു ക്ലിപ്പാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 10 രൂപയാണ്. ഇത് കുഴപ്പമില്ല, ഓക്കെ പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ ഇതാണ് കേട്ടോ. ഇത് നമ്മളെ ഡിസ്കോ റബ്ബർ ബാൻഡ് ഇല്ലേ, അതാണ് വരുന്നത്. നല്ല ക്യൂട്ട് ആയിട്ടില്ലേ, മക്കളെ ആകർഷിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒക്കെ വെറും 10 രൂപ, 15 രൂപ, 20 രൂപ അങ്ങനത്തെ പ്രൈസിലാണ് വരുന്നത്. ഇത് 15 രൂപയ്ക്ക് ഓക്കെയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. ഈ ഒരു റബ്ബർ ബാൻഡിന്റെ ക്വാളിറ്റി ആണെങ്കിലും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു റബ്ബർ ബാൻഡ് ആണ് കേട്ടോ. പല കളേഴ്സിലുണ്ട് ഇതിനുള്ളിൽ, നിങ്ങൾ കാണുന്നുണ്ടോ, കണ്ടില്ലേ. ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 15 രൂപയ്ക്ക് ഓക്കെയാണ്. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഈ ഒരു ക്യൂട്ട് സൺഗ്ലാസ് ആണ് കേട്ടോ, കണ്ടില്ലേ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്കിന്. ഇതിന്റെ പ്രൈസ് വരുന്നത് 50 റുപ്പീസോ 100 റുപ്പീസോ അങ്ങനെ എന്തോ ആണ്. കണ്ടില്ലേ, എനിക്കും വെക്കാൻ പറ്റും. എങ്ങനെയുണ്ട്, മൂക്ക് വേണ്ടി വാങ്ങിച്ചതാ. പക്ഷെ ഇത് ഞാൻ അവളുടെ ഫേസിൽ വെച്ച് നോക്കിയപ്പോൾ കുറച്ചൊന്ന് വലുതാണ്. എനിക്കിതിനെ ചെറിയ മോഡൽ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇത് കുഴപ്പമില്ല, നമുക്ക് അവളുടെ ഫേസ് ഒന്ന് വലുതായിട്ട്, അല്ലെങ്കിൽ അവളൊന്ന് കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നല്ലതാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു പേസ്റ്റൽ കളറാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഒരു സൺഗ്ലാസ് ആണ്, കണ്ടോ. ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല രസമില്ലേ, നമുക്ക് 2 വീലറിലൊക്കെ പോകുമ്പോൾ വലിയ സമ്പാദിക്കൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു സൺഗ്ലാസ് ആണ് കേട്ടോ. നല്ലൊരു കളറാണ് വരുന്നത്. എന്താ വെച്ചാൽ നല്ലൊരു എന്താ പറയാ, ബ്രൗണും അല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 200 റുപ്പീസ് ആണ് കേട്ടോ. 200 റുപ്പീസിന് ഓക്കെ ആണ്. രസമില്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗ്ലാസ് കേട്ടോ. ഒരുപാട് സൺഗ്ലാസിന്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അവിടെ. എന്തായാലും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. നമ്മുടെ ചൈന മാർക്കറ്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കോയൻകോ ബസാർ. നമ്മൾ മാനാൻസർ എന്ന് വരുമ്പോൾ കോയൻകോ ബസാർ റൈറ്റ് സൈഡ് ആണ് വരുന്നത്. ചൈന മാർക്കറ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡ് ആണ്. കോയൻകോ ബസാർ തന്നെ കുറച്ചൊന്ന് മുന്നോട്ടേക്ക് പോയാൽ ലെഫ്റ്റ് സൈഡിലാണ്. ആദ്യം ഒരു തുണി ഷോപ്പ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അത് മാറ്റിയിട്ടാണ് ഇപ്പൊ അവിടെ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഡെയിലി ഓരോ ദിവസം കഴിയുന്നതോറും കളക്ഷൻസിൽ കുറച്ച് കുറവ് വരുമല്ലോ. ഇനി അവരത് റീഅറേഞ്ച് ചെയ്തിരിക്കാം, എനിക്കറിയില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. അപ്പൊ എന്തായാലും പോയിട്ടൊന്ന് നോക്കുക കേട്ടോ. ഒരുപാട് നമ്മുടെ മക്കളെ ആകർഷിക്കാൻ നമുക്ക് വേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. വൺസ് നമ്മൾ ആ ഷോപ്പിൽ നമ്മളൊന്ന് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കും. അത്രയ്ക്കും ഐറ്റംസ് ഉണ്ട് അവിടെ. പിന്നെ ചെരുപ്പിൻ്റെതാണെങ്കിൽ ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പോയ സമയത്ത്. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് കളക്ഷൻ. ഓക്കെ, ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ അടുത്ത ഐറ്റം കാണിച്ചു തരാം. ഇതാണ് അടുത്ത ഐറ്റം വന്നിട്ട്. ഇതൊരു ക്യൂട്ട് ബാങ്കിൾ ആണ്, നല്ല രസമില്ലേ. റോസ് ഗോൾഡ് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത്. ഇതിന്റെ സിൽവർ കളർ ഉണ്ടായിരുന്നു, റോസ് ഗോൾഡ് ഉണ്ടായിരുന്നു, പല വെറൈറ്റി മോഡൽസിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രൈസ് വരുന്നത് 130 റുപ്പീസ് ആണ്. 130 റുപ്പീസ്, 140, 180 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഐറ്റംസ് വരുന്നത്. പല വെറൈറ്റി എന്താ പറയാ സൈസിൽ അവൈലബിൾ ആണ്. ഞാൻ എന്റെ കൈക്ക് ഒരുവിധം പറ്റിയത് നോക്കിയെടുത്തതാണ്. ഒരുപാടെണ്ണം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒക്കെ എന്റെ കയ്യിൽ വലുതും ഇട്ടിട്ടൊരു ഭംഗി എന്റെ കൈക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഇതെന്റെ കൈക്ക് ഇട്ടിട്ടാണെങ്കിലും അതേപോലെ സൈസ് ആണെങ്കിലും ഓക്കെ ആണ് കേട്ടോ.
നല്ല രസമില്ലേ കാണാൻ. ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക. കണ്ടോ, ഞാൻ കാണിച്ചു കണ്ടില്ലേ. എന്തായാലും ഇത് കുറച്ച് ലൂസൊക്കെ ആയിരിക്കും, പക്ഷെ ഒത്തിരി ലൂസ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ കൈക്കിട്ടിട്ട്. ഇതെനിക്ക് വളരെ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ ഒരു ഐറ്റം വന്നിട്ട്. ഇനി നെക്സ്റ്റ് ഐറ്റം വന്നാൽ ഒരു റിംഗ് ആണ് കേട്ടോ. ഒരു റിംഗ് അല്ല, 2 റിംഗ് ആണ് ഞാൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തത്. ഒരു റിംഗ് ഹസ്ബൻഡിന് വേണ്ടിയും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി എടുത്ത റിംഗ് ആണ് ഇത്. നിങ്ങൾ കാണുന്നുണ്ട്, ഇത് സ്നേക്ക് ആണ് കേട്ടോ മോഡൽ വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 20 റുപ്പീസ് ആണ് കേട്ടോ. ഞാൻ കയ്യിലിട്ട് കാണിച്ചത്. എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഈ ഒരു മോഡൽ എടുത്തോന്ന്. കാരണം മൂപ്പർക്ക് ഇങ്ങനത്തെ ടൈപ്പുകളാണ് ഇഷ്ടം. റിങ്സ് ഒക്കെ എന്താ പറയാ, കുറച്ച് കട്ടിയുള്ള റിങ്, അതേപോലെ പല മോഡൽസ് റിങ്ങും. സിമ്പിൾ അല്ല, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പൊ മൂപ്പര് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. ഇതിന്റെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു, അതേപോലെ സിൽവർ കളർ ഉണ്ടായിരുന്നു. ഈ ഒരു ഗോൾഡൻ കളറിലും ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പല സൈസിലും അവൈലബിൾ ആയിരുന്നു. ഞാൻ ഒരുവിധം എന്റെ കൈക്ക് ഓക്കെ ആയ ഒരു സൈസാണ് എടുത്തത്. നല്ല രസമില്ലേ ഇത്. നെക്സ്റ്റ് വൺ വന്നിട്ടും ഒരു റിംഗ് ആണ് കേട്ടോ. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതാണ് റിംഗ് വരുന്നത്. 2 ഹാൻഡ് ആണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് 20 റുപ്പീസ് ആണ്. ഇതിന്റെയും അതേപോലെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു, സിൽവർ കളർ ഉണ്ടായിരുന്നു, ഗോൾഡൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ 3 കളറും ആണ് മെയിൻ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ഇതും പല സൈസിൽ അവൈലബിൾ ആണ്. നല്ല രസമില്ലേ. ഇതിന് 20 റുപ്പീസ് ആണ്. ഇനി നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഈ ഒരു ചെയിൻ ആണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 30 റുപ്പീസ് ആണ്. 30 or 50 അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. 30 or 50 ആണ്. ആ ഒരു പൈസക്ക് ഇത് വർത്ത് ആണ് കേട്ടോ. ഈ റിങ്സും അതേപോലെ ഈ ബാങ്കുകളും ഈ ഒരു മാലയും നമ്മൾ ആ കൊടുക്കുന്ന പൈസക്ക് വർത്ത് ആണ്. അങ്ങനെ കളറ് പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. പാമ്പ് കിടക്കുന്ന പോലെയൊക്കെ ഉണ്ട് ഇത് കയ്യിലായിട്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു മാലയും. ഇതും ഹസ്ബൻഡിന്റെ സെലക്ഷൻ ആണ്. ഗൈസ്, അടുത്ത ഐറ്റം വന്നിട്ട് ഈ ഒരു ബാങ്കിൾ ആണ് കേട്ടോ വരുന്നത്. ഇത് സ്റ്റീലാണ് ഐറ്റം വരുന്നത്. ഇത് ഹസ്ബൻഡ് മൂക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ്. മൂപ്പരെ കയ്യിൽ ഇതിച്ചാൽ ഒരു സ്റ്റീലിന്റെ ബാങ്കിൾ ഉണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞ എന്റെ മൂക്കും വേണം ഇങ്ങനത്തെ ഒരു ബാങ്കിൾ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് സെലക്ട് ചെയ്തതാണ്. നല്ല രസമില്ലേ, കളറൊന്നും പോകില്ല. പക്ഷെ ഇത് അവളെ കൈക്ക് ഇട്ട് നോക്കിയപ്പോ കുറച്ച് വലുതാണ്. ഇനി കൈ തടിച്ചിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പ്രൈസ് വരുന്നത് 20 റുപ്പീസ് or 50 അങ്ങനെ 20, 30 or 50 ഈ 3 എമൗണ്ടിൽ ഏതോ ഒന്നാണ്. എനിക്ക് മറന്നുപോയി എക്സാക്ട് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസ് ആണ്. പക്ഷെ ആ ഒരു പ്രൈസിന് ഇത് വർത്ത് ആണ്. ഇത് കളറ് പോവില്ല. മീൻസ് ഉള്ളിലാണെങ്കിൽ നമ്മുടെ കൈക്ക് ഇട്ട് കഴിഞ്ഞാൽ കൈക്ക് ഓരോ കാര്യങ്ങളോ അല്ലെങ്കിൽ മുറിഞ്ഞു പോവുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല എന്താ പറയാ, ഫിനിഷിംഗ് ആണ് ഉള്ളിൽ വരുന്നത്. നമുക്ക് കാണുന്നുണ്ടോ, നല്ല ഫിനിഷിങ് വരുന്നുണ്ട്. സോ നമുക്ക് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതും ആ ഒരു എമൗണ്ടിന് വർത്ത് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള കമ്മലാണ് ഗൈസ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 100 റുപ്പീസ് ആണ്. 100 റുപ്പീസിന് ഇത് അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ ട്രഡീഷണൽ ലുക്കിനൊക്കെ അടിപൊളിയായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. നല്ല രസമില്ലേ, ഗോൾഡൻ കളർ വന്നിട്ട് നമ്മുടെ ടെമ്പിൾ ലുക്ക്, അതേപോലെ എന്താ പറയാ സാരി, ഹാഫ് സാരി ഒക്കെ അല്ലെങ്കിൽ സ്കേർട്ടഡ് ടോപ്പിനൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട്. ഞാൻ കൊടുത്ത പൈസ എനിക്ക് ഇത് വളരെ വളരെ വർത്ത് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ 100 റുപ്പീസിനൊക്കെ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഇയറിംഗ്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 100 റുപ്പീസ്, 80 റുപ്പീസ്, 60 റുപ്പീസ്, അതേപോലെ 30 റുപ്പീസിന്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. ഒരുപാടുണ്ട്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കമ്മൽസ് ഉണ്ട്. അതേപോലെ 5 രൂപയുടെ കമ്മലും ഉണ്ട്. നമുക്ക് സ്റ്റഡുകളില്ലേ, 5 രൂപയേ ഉള്ളൂ. സ്റ്റഡുകളൊക്കെ അല്ലേ വെറും 5 രൂപയേ ഉള്ളൂ കേട്ടോ. പക്ഷെ 5 രൂപയ്ക്ക് ആ ഒരു ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കാൻ, വലിയ ക്വാളിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത് ഞാൻ എപ്പോഴേ പറഞ്ഞിരിക്കാം. ആ ഒരു 5 രൂപയ്ക്കുള്ള ക്വാളിറ്റി അത്രയേ ഉള്ളൂ. പിന്നെ മോഡൽസ് അല്ലേ, അതിനനുസരിച്ചുള്ള എന്താ പറയാ, ഇപ്പൊ മെറ്റീരിയൽ ആണെങ്കിലും അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരുപാട് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗൈസ്. അടുത്ത ഐറ്റം വന്നിട്ട് ഈ ഒരു ബണ്ണാണ്. ഇത് നമ്മുടെ ജാസ്മിൻ ഫ്ലവറിന്റെ മോഡലിൽ വരുന്നതാണ് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് റോസാപ്പൂ ഉണ്ട്. ഇത് നമ്മുടെ ട്രഡീഷണൽ ലുക്ക്, അതേപോലെ ഓണം മേക്കപ്പ് അല്ലെങ്കിൽ വിഷു മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് നമുക്ക് മുല്ലപ്പൂവായിട്ട് ഫുൾ ഹെയർ ബൺ ചെയ്തിട്ട് ഇത് ഇട്ട് കൊടുത്ത ആ ഒരു മുല്ലപ്പൂ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് 20 റുപ്പീസോ അങ്ങനെ എന്തോ ഉള്ളൂ. പക്ഷെ അടിപൊളിയാണ്. ആ ഒരു പൈസക്ക് വർത്ത് ആണ് കേട്ടോ. നല്ല സാധനമാണ്. ഇത് എനിക്ക് ഇഷ്ടമായി.
ഗൈസ് അടുത്തതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം. ഞാൻ എപ്പോൾ എസ് പോയാലും പർച്ചേസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഇതില്ലേ ഗൈസ്, അടുത്തത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ. എസ് എം സ്ട്രീറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്യുന്ന ഒരേ ഒരു ഐറ്റം ഇതാണ്. വേറെ എന്ത് ഞാൻ പർച്ചേസ് ചെയ്തില്ല, ഇത് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കും. അങ്ങനെയാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. ഞാൻ എന്താ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഈ ക്യൂട്ട് ചെപ്പലാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 169 റുപ്പീസ്. ആ ഒരു എമൗണ്ടേ ഉള്ളൂ ഈ ഒരു ചെരുപ്പിന്. കണ്ടോ, ഹീൽസ് ആണ് വരുന്നത്. ഇതിന് ബ്ലാക്കും ഉണ്ടായിരുന്നു, വൈറ്റും ഉണ്ടായിരുന്നു. വൈറ്റിന് എനിക്ക് വൈറ്റ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. വൈറ്റിന് എന്റെ സൈസ് കിട്ടിയില്ല, സോ ഞാൻ ബ്ലാക്ക് ആക്കി. പക്ഷെ ബ്ലാക്കും കുഴപ്പമില്ല, കാലിലിട്ടിട്ട് ഭംഗിയുണ്ട്. പക്ഷെ എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ആ 169 റുപ്പീസിന് വേർത്ത് ആണ് ഗൈസ്. പിന്നെ നിങ്ങളൊക്കെ എസ് എം എന്ന് ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ എന്തായാലും സ്റ്റിച്ച് ചെയ്തിട്ട് വാങ്ങിക്കുക. ഇല്ലെങ്കിൽ അത് എന്താ പറയാ, യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള കാലാവധി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാലാവധി നമുക്ക് കിട്ടും. എന്താ പറയുക, അതേപോലെ ചെരുപ്പിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. 169, 149, 249 രണ്ടെണ്ണം, 199, അതേ 99 റുപ്പീസിന് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസും ഉണ്ട്. ലേഡീസിന്റെ മാത്രമൊന്നുമല്ല, ജെൻസിന്റെയും ചെപ്പൽസ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. രണ്ട് സെക്ഷനാണ്. ചെപ്പലും ബാഗും ഒക്കെ വേറൊരു സെക്ഷനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വേറൊരു സെക്ഷനും. അങ്ങനെ 2 സെക്ഷൻ ആയിട്ടാണ്. എന്തായാലും ചൈന മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെരുപ്പ് നിങ്ങൾ നോക്ക് അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ട്. എന്താ ഞാൻ പറയേണ്ടത്, ഞാൻ 2 ചെരുപ്പ് കൂടിയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. ഹസ്ബൻഡ് പറഞ്ഞ് തൽക്കാലം ഈ ഒരു ചെരുപ്പ് മതി എന്ന് പറഞ്ഞിട്ട് അല്ല പിടിച്ച് വലിച്ച് കൂട്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തൊരു ചെരുപ്പാണ് കേട്ടോ. സോ ഗൈസ്, ഇത്രയ്ക്ക് ഐറ്റംസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ കൊടുത്ത പൈസക്ക് ഇതൊക്കെ വേർത്ത് ആണ്. ആ ഹെയർ ക്ലിപ്പ് മാത്രം എനിക്ക് അത്ര വലിയ ഓക്കെ ആയി തോന്നിയില്ല. ബാക്കിയൊക്കെ ആ കൊടുത്ത പൈസക്ക് വേർത്ത് ആണ്. അപ്പൊ ചെരുപ്പാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ്. അതേപോലെ ഈ ബാംഗിളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ എസ് എം സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ചൈന മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു ഐറ്റമെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യും. അത്രയ്ക്ക് ഐറ്റംസിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. മെൻസിനും ലേഡീസിനും അതേപോലെ കിഡ്സിനും ഒരുപാട് ഐറ്റംസിന്റെ കളക്ഷൻസിലൊക്കെ ക്യൂട്ട് ഐറ്റംസ് ആണ്. അത്രയ്ക്ക് എമൗണ്ടേ വരുന്നുള്ളൂ. അപ്പൊ ഇത്രയുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.